ഗയ്സ് അങ്ങനെ ഞാനും പഠിച്ചു ക്രോഷേ. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ട്ടോ. നല്ല പേഷ്യൻസ് ഉള്ളവര് മാത്രം ഇതിന് ഇറങ്ങി തിരിച്ചാൽ മതി. കാരണം അത്യാവശ്യം ഇത് പഠിക്കാന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി ഇത് സിമ്പിൾ ആയിരിക്കും. പക്ഷേ ഇത് പഠിച്ചെടുക്കാന്നുള്ളത് അത്യാവശ്യം നല്ല ഒരു എഫേർട്ട് തന്നെയാണ് ട്ടോ. സോ ഞാനിത് പഠിക്കണം എന്നുള്ള വാശിയിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാനായിട്ട് ഇരുന്നതാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അങ്ങനെ അവസാനം യൂട്യൂബിന്റെ സപ്പോർട്ട് ഞാൻ എടുത്തു ട്ടോ. യൂട്യൂബ് വീഡിയോ ഫ്രണ്ടിൽ ഓണാക്കി വെച്ചിട്ട് അത് നോക്കി ഇങ്ങനെ പഠിച്ചു ട്ടോ. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ പഠിക്കുക. ഓരോ മിസ്റ്റേക്സിൽ നിന്നും ഓരോന്ന് ലേൺ ചെയ്യണം. സോ അങ്ങനെ കിടിലനായിട്ട് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ. ഞാന് അത്യാവശ്യം കഷ്ടപ്പെട്ടു. ഒരു ദിവസം എടുത്തു ഇത് ഉണ്ടാക്കി കഴിയാനായിട്ട്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇത് കണ്ട ഓരോ സ്റ്റേജും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. ആ ഒരു കോൺഫിഡൻസ് എൻ്റെ ഫേസിൽ തന്നെ കാണും ഓരോ സ്റ്റേജും അത് പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ. അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ അങ്ങനെ നല്ലൊരു കിടിലൻ ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട്. മിസ്റ്റേക്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസിലൂടെയല്ലേ അതൊക്കെ സോർട്ട് ചെയ്യുക. സോ ഇതാണ് എൻ്റെ ഫ്ലവർ.